ഹലോ. ആക്ച്വലി ഇതെൻ്റെ ഒരു പ്ലാൻഡ് വീഡിയോ അല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബ്രൗൺ കളർ സ്കിൻ ടോൺ ഉള്ളവർക്ക് ലിപ് ഷെയ്ഡ് കിട്ടാൻ പാടാണെന്നും പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു സത്യമാണ്, നമുക്ക് പാടാണ് ലിപ് ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു 3 ഓക്കെ ആയി എന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എൻ്റെ കമൻറ്റ് ബോക്സിലും കുറച്ച് പേര് വന്നിട്ട് ലിങ്ക് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക് തരാൻ ഞാനിത് ഓൺലൈൻ പർച്ചേസ് ചെയ്തതല്ല. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാം, നിങ്ങൾക്കത് ഉപകാരപ്പെടുവാണെങ്കിൽ നല്ലതല്ലേ. ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് ലിപ്സ്റ്റിക്ക്, ഏത് ഷെയ്ഡാണ് വരുന്നതെന്നുള്ളത്. അപ്പം ഞാൻ അതിന് മുമ്പായിട്ട് ഞാൻ ലിപ് ലൈനർ ഒന്ന് യൂസ് ചെയ്യും. കാരണം ലിപ് ലൈനർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഫിനിഷിങ് കിട്ടും. അപ്പം ഞാൻ ലിപ് ലൈനർ എഴുതും ആദ്യം. നിങ്ങൾക്ക് അത്യാവശ്യം സ്യൂട്ടായിട്ടുള്ളൊരു ലിപ് ലൈനർ നിങ്ങളിതിനെ കണ്ടുപിടിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ലിപ് ലൈനർ വേണമെങ്കിൽ ഞാൻ പറയും, ഇത് ഫേസസ് കാനഡയുടെ ഏതോ ഒരു ലിപ് ലൈനറാണ്, ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ലിപ് ലൈനർ. പിന്നെ ഇതാണ് ഫസ്റ്റ് ലിപ്സ്റ്റിക്ക്, എൻവൈബയുടെ ഷെയ്ഡ് വരുന്നത് സ്പൈസി റസ്റ്റ് 06. ഇതാണ് ഷെയ്ഡ്. ഇത് കാണുമ്പം ഒരു ബ്രൗണിഷ് കളർ ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിന്നനുസരിച്ച് ഇത് മാറുമായിരിക്കുന്നത്. കണ്ടോ, ഇതാ കളറ്. ഇട്ട് കഴിയുമ്പോൾ ഇതാണ് കളറ് ഷെയ്ഡ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എനിക്ക് കുറച്ച് കളറ് തരുന്നത് പോലെ എനിക്ക് തോന്നി. ഇത് ഞാൻ ഈ 3 ഷെയ്ഡും ഞാനൊരു ഒരു 12 മോർ ദാൻ 12 യൂസ് ചെയ്തു. പക്ഷേ സ്മഡ്ജ് ആകുന്നില്ലായിരുന്നു എനിക്ക്. പിന്നെ അതിൽ കൂടുതലൊന്നും എനിക്ക് ലിപ്സ്റ്റിനെ കുറിച്ച് പറയാനറിയത്തില്ല. ഞാനപ്പോൾ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തത് കാണിക്കാം. അടുത്തത് ഫേസസ് കാനഡയുടെയാണ്. ഇതാണ് ഷെയ്ഡ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഷെയ്ഡ്, ടോഫി ട്രിസൽ 08 എന്ന് പറയുന്നൊരു ഷെയ്ഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ഡെയിലി യൂസിന് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ അണ്ടർ 500 ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അധികം അങ്ങ് ബ്രൈറ്റായിട്ട് കാണിക്കത്തില്ല. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഇതുണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റ് അല്ല, എന്നാൽ നമ്മുടെ കളറിനെ നോക്കിക്ക് എനിക്കിത് ഭയങ്കരമായിട്ട് സ്യൂട്ടാവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഡെയിലി വെയറിന് പറ്റിയ സാധനം, നമുക്ക് ഒരുപാട് ബ്രൈറ്റായിട്ട് തോന്നുന്നുമില്ല, ഒരുപാട് ഓവറാകുന്നുമില്ല, അങ്ങനത്തെ ഒരു കളർ. ഇതെനിക്കോ ശരിക്കും ഈ 3 ലിപ്സ്റ്റിക്കിലും എൻ്റെ ഫേവറേറ്റ് ഇതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഫേസസ് കാനഡയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ നോക്കിയിട്ട് ഇതിനകത്തൊന്നും ഷെയ്ഡ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ കവർ പറിച്ച് കളഞ്ഞായിരുന്നു. അതിനകത്ത് ഇവരിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് BLUW 31 ഫേസസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതായിരിക്കണം ഷെയ്ഡ്. ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ക്രയോൺ ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്യുമ്പം ഒരുപാട് കട്ടിയൊന്നുമില്ല, ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ ഒരു കാണിച്ചു തരാം. കണ്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സ്മൂത്തായിട്ട് വരുന്നത്. ഇത് ഇച്ചിരി നമുക്ക് ഫങ്ഷൻസ് എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ലിപ്സ്റ്റിക്കായിട്ട് എനിക്കിത് തോന്നിയത്. ഇതും അത്യാവശ്യം നമ്മളെ കുറച്ച് നല്ല രീതിക്ക് ബ്രൈറ്റാക്കി നിർത്തുന്നുണ്ട്. അപ്പം ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എന്തെങ്കിലും നമ്മളൊരു ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ ആ ഫങ്ഷനൊക്കെ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇടുവാണെങ്കിൽ കുറച്ച് നമ്മൾ ബ്രൈറ്റായിട്ട് നിൽക്കും. അപ്പം ഇത് 3 ഞാൻ പറഞ്ഞ ആ ബ്രൗൺ കളർ സ്കിന്നിന് ചേരുന്ന ലിപ്സ്റ്റിക്ക്, 3 ഷെയ്ഡ് എനിക്ക് സ്യൂട്ടായിട്ട് തോന്നിയ 3 കളർ. അപ്പം നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നോക്കുക, വാങ്ങുക, ട്രൈ ചെയ്യുക.